ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡ്രീം ജ്യൂസ് ഡ്രീം. അപ്പോൾ നമ്മുടെ എക്സിബിഷനിൽ പതിവ് കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇത്തവണ മീനുവിനും ഉണ്ണീനൊന്നും കൊണ്ടുപോകാതെ ഞാനൊരു കറക്കം അങ്ങോട്ട് കറങ്ങി പാറയമക്കാവ് പ്രതിഷ്ഠാ ദിനത്തിന് പോയപ്പോൾ ഞാൻ അങ്ങനെ കയറിയതാട്ടോ ജസ്റ്റ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു, അത് കാരണം ഫ്രണ്ടാണ് ടിക്കറ്റൊക്കെ എടുത്തത്. അപ്പോൾ അങ്ങനെ കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തു. പതിവുള്ള സംഭവങ്ങൾ തന്നെയാണുള്ളത്. ആകെ പിന്നെ ഒരു വെറൈറ്റി എന്ന് പറയാനായിട്ട് ആ ഗുണ കേവിൻ്റെ സംഭവമുണ്ട്. അതന്നെ, അതിൽ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വേണം കയറാൻ. ഞാനാണെങ്കിൽ അങ്ങനെയൊന്നും കയറുവാറൊന്നുമില്ല. അപ്പോൾ ഈ യന്ത്രോഞ്ഞാലിലൊക്കെ കയറിയിരിക്കുന്നവരവിടെ ഓളിയിട്ട് കരയുന്നുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കും, എന്തിനാണ് ഈ പൈസ കൊടുത്തിട്ട് ഇതിൽ കയറിയിരുന്ന് കരയണേന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ പോലെ ഞാൻ എടുത്തിട്ട് അവിടെ നിന്ന് എടുത്തു. കാരണം പതിവ് ഇതുകൾ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ റിലേറ്റഡ് വീഡിയോ ആയിട്ട് പറ്റുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷത്തെ എക്സിബിഷൻ്റെ അത് ഇതാക്കാം. സെയിം പോലുള്ള സ്റ്റാളുകൾ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അതിലിപ്പോൾ ഈ ഗുരുവായൂരത്തെ ഈ സ്റ്റോളാണ് ഈ പുറത്ത് കുറച്ച് വിളക്ക് അലങ്കാരമൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. അപ്പോൾ ഇത് മാത്രമാണ് ഞാനൊന്ന് കയറി എടുത്തത്. പോലീസിൻ്റെ പവേലിയനും മണ്ണുത്തിയുടെ ഇതൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇത് ഞാൻ പോയത് തൃശ്ശൂരത്തിന് മുമ്പാണ്, അന്ന് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. 12-ാം തീയതിയാണ് ഞാൻ പോയത്, ഏപ്രിൽ 12-ന്. അപ്പം അന്ന് ഓപ്പൺ ആയിട്ടില്ല. ഇപ്പം എല്ലാം ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഞാനത് ഇവിടെ പോയി ജസ്റ്റ് ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു ഓടി നടന്നൊരു കറക്കം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയുണ്ടായി. അപ്പോൾ ഇതാണ് അതിൻ്റെ പുറത്തത്തെ ഔട്ട്ലുക്ക്. പിന്നെയും അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.